ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡേ ആണ്. ബിക്കോസ് ഇന്നാണ് നമുക്ക് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. അതുകൊണ്ട് ടുഡേ ഈസ് ഫെബ് 14. അപ്പം ഫെബ് 14 ഈസ് ഓൾ അബൌട്ട് വാലന്റൈൻസ് ഡേ. പക്ഷെങ്കിൽ നമുക്കങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്പെഷ്യാലിറ്റി സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ ഞാൻ റെഡി ആവാൻ പോവുകയാണ്. ഞാൻ എന്നെ ഇടുന്നതെന്നൊക്കെ നിങ്ങളെ കാണിക്കാം. ഇത്ര നേരം അവിടെ ഇരുന്ന് അലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ശല്യപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്നാ ഡ്രസ്സ് ഇടുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എക്സൈറ്റഡ് ആണോ? അച്ചാച്ചൻ അത്ര എക്സൈറ്റഡ് ഒന്നുമല്ല, പക്ഷെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഇപ്പൊ കോപ്പി അടിച്ചാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരുത്തൻ വന്നതാ. അവൻ്റെ ഡ്രസ്സ് ഏതായിരുന്നു ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. നമുക്കൊക്കെ ഏത് ഉടുപ്പിടണം എന്നാണ് നമ്മുടെ ഡൗട്ട്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അച്ചാച്ചൻ ഏതായിരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. രാവിലെ ഇപ്പം എത്രയും 8:30 കഴിഞ്ഞു. നമുക്ക് 9:30 ഇവിടെ നിന്ന് ഇറങ്ങണം. നല്ല ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാൻഡ് ആയിട്ടുള്ള ആളായുണ്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ഞാൻ റെഡി ആവാൻ പോവാ, അല്ലെങ്കിൽ ഇനി സമയം പോയി 8:45. ബൈ. ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ മനുഷ്യനോട് ഞാൻ ഇന്നലെ മര്യാദയ്ക്ക് പറഞ്ഞു എന്നോട് വാ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. തേങ്ങാക്കൊല അച്ഛന്റെ പാല് ഓക്കെ. ഞാൻ എങ്ങനെയൊക്കെ ഇപ്പൊ തട്ടിക്കുട്ടി വെച്ചിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് സ്റ്റാൻഡൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ വെട്ടത്തിന് വഴി ക്ലിയറാണല്ലോ. എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയാ ചെയ്യണേന്ന്. ഇതിപ്പോ ഇതിന്റെ ആണോ? കൊഴപ്പില്ല. അത് ഇതിന്റെ കൂടോ ചിലപ്പോ ചേരുവായിരിക്കും. ചേരുവായിരിക്കും. ബ്ലാക്ക് മതി. ഇത് വേറെ തീരുമാനിച്ചു കഴിഞ്ഞില്ല. ഞാൻ ഈ മാല ഇടാന്ന് വിചാരിക്കുന്നത്. ഇതെന്റെ കല്യാണത്തിന്റെ സമയത്ത് എടുത്ത മാലയാണ്. കുറെ പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള മാലയാ. ഇതൊന്ന് ഇട്ട് തരാൻ പോയിട്ട് ഇവിടെ ആരും ഇല്ലേ. ഇതാണ് മാല. കമ്മൽ ഇതാണ് കമ്മൽ. പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളതൊക്കെ കൊണ്ട് തന്നെ. സാരി മാത്രം ഞാൻ എടുത്തു. ബിക്കോസ് ഇവിടുത്തെ സിറ്റിസൺഷിപ്പിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൾച്ചറൽ ഔട്ട്ഫിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ എന്താ പറയണേ സ്മാർട്ട് കാഷ്വൽ, അല്ലെങ്കിൽ ഫോർമൽസ്. ഈ സെറിമണിയുടെ ഇമ്പോർട്ടൻസിനൊത്ത ഡ്രസ്സ് ഇടുക എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ സിറ്റിസൺഷിപ്പ് തരുമ്പോഴും അവർ പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കൾച്ചറിന് ചേരണ ഔട്ട്ഫിറ്റ്സ് നിങ്ങൾ ഇട്ടോ എന്നാണ് പറയണത്. അല്ലാതെ റെസ്ട്രിക്ഷൻസ് അധികമില്ല. അത് അത്രയൊക്കെയുള്ള. ഞാൻ ചെയിൻ ഇടാൻ പോയതായിരുന്നു. ഇനി എന്താ വാച്ച്, എൻ്റെ ഉള്ള വാച്ച് തന്നെ. വേറൊരു സിൽവർ വാച്ച് ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് ഓടണില്ല, അത് ശരിയാക്കിയില്ല. അപ്പം ഞാൻ സാധാ ഇതൊക്കെ തന്നെയാണ് ചെയ്യണേ. ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തീരുമാനിച്ചില്ല. ഇല്ലായിരിക്കും, മേ ബി ഇച്ചിരി ഫൗണ്ടേഷൻ ഇടുമായിരിക്കും. ഇതിപ്പോൾ ഞാൻ ടോണറാണ്, എപ്പോഴും ഒന്നും ഇടാറില്ല. എനിക്ക് മറ്റേ ടീംസിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ ഇറങ്ങാൻ നേരത്താണ് ഇങ്ങനെ, എൻ്റെ മാനേജറോട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ ബാക്കിയുള്ള നമ്മുടെ ഒരു കൊച്ചു ടീമാണ്, 10-12 പേരുള്ളൊരു ചെറിയ ടീമുണ്ട്. അപ്പോൾ ആ ടീമിൽ ഞാൻ ഇറങ്ങാൻ നേരത്താണ് പറഞ്ഞത് ഞാനിന്നില്ല, ഇങ്ങനെ സിറ്റിസൺഷിപ്പിൻ്റെ ഇതിനെ പോവാന്ന്. അപ്പോൾ ഇങ്ങനെ സോ എക്സൈറ്റിങ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മളെപ്പോലല്ല, വളരെ എക്സ്പ്രസീവാണ് അവർ. അതെ. ഇട് സൺസ്ക്രീൻ. കുഴപ്പമില്ല.
അതെ. കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധിക്കും. പെൺപിള്ളേരാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സിങ് മാത്രം നോക്കിയാൽ പോരാ, ഇവരുടെയും കൂടെ പലരും എടുക്കേണ്ടി വരും. ആണുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ തീരുമാനിക്കുന്ന ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. എല്ലാ പിള്ളേരും അല്ല കേട്ടോ. പക്ഷെ ഞാൻ കണ്ടത് വെച്ച് ഈ വീട്ടിൽ 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം സ്ലൈറ്റ്ലി കുഴപ്പമില്ല, ബാക്കി 2 എണ്ണവും 3 പേരും അപ്രൂവൽ ചോദിച്ചിട്ടേ ഇടാറുള്ളൂ. അത് വേറെ കാര്യം. നിങ്ങൾ വിചാരിക്കും ഞാൻ എടുത്ത വളരെ ഈ മനുഷ്യന്മാർ മിണ്ടായിരുന്നാലല്ലേ എനിക്ക് വല്ലതും പറയാൻ പറ്റും. നിങ്ങൾ എന്നെ തനി സ്വഭാവം കാണും. ഇല്ല, അപ്പൊ നിങ്ങൾ ഓർക്കും ഈ കൊച്ചിനെന്താ ബ്രഷ് ഇല്ലേന്ന്. എനിക്ക് ബ്രഷ് ഉണ്ട്, പക്ഷെങ്കിൽ എനിക്കിപ്പം അത്ര ഒന്നും ഞാൻ ഇല്ലെന്നല്ല. അതുകൊണ്ടാണ് ഫൈനലി കുളിക്കാൻ പോയിട്ടുണ്ട്. 9:30 ഇവിടുന്ന് ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പം 9:30 കുളിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര സാധനമാണ്. അത് കറക്റ്റാണ്. ഇവരുടെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ച് സാധനം ആയാലേ പറ്റും. ഞാനാണ് ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഭയങ്കര ഭരണമാണ് വീട്ടിൽ. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അങ്ങനത്തെ ഒരവസ്ഥ എത്തും. എല്ലാവരും വിചാരിക്കും നിങ്ങൾക്ക് പിള്ളേരൊന്നും ഇല്ലല്ലോ, ഭയങ്കര ശിഖരമില്ല. ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾ ഫാമിലി ഓഫ് 4 ആണ്. അതുകൊണ്ട് ഓൾറെഡി പിള്ളേരെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഇവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 പിള്ളേരുണ്ട് എനിക്ക്. ഓക്കെ, കണ്ണെഴുതി കഴിഞ്ഞു. ഞാൻ പുതിയ മേടിച്ചത്. എൻ്റെ പഴയത് കുറേ നാളായിരുന്നു യൂസ് ചെയ്തിട്ട്. അപ്പം ഞാൻ പിന്നെ അത് കളഞ്ഞു. ബിക്കോസ് 3 വർഷമായിരുന്നെന്ന് തോന്നുന്നു. ഇതേത് കളറിടും എൻ്റെ വലിയ ധാരണയൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളതൊക്കെ ഇടും എൻ്റെ കണ്ണിൽ. ഇതൊന്നും കേൾക്കത്തില്ലായിരിക്കും അല്ലേ, ഞാനിതൊക്കെ ഇടുമെന്ന് ആർക്കറിയാം. എൻ്റെ മേക്കപ്പ് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ കഴിയും. കുറച്ച് ബ്ലഷ് ഇടാം. ബ്ലഷ് ഞാൻ ബോഡി ഷോപ്പിൻ്റെ ഒരു മേടിച്ചത്, ഫണ്ട് മേടിച്ചത്. എനിക്ക് പക്ഷേ 3 വർഷമായിട്ടില്ല, 1 വർഷം ആയിരിക്കും. ലിപ്സ്റ്റിക്ക് കുറച്ച് പിങ്കും റെഡും കൂടെ മിക്സ് ചെയ്യാം. അതാണ് എൻ്റെ സ്ഥിരം ഒരു ഗോ ടു. ഇത്ര ഇട്ടിട്ട് ഞാൻ കളയും. സോക്സ് ഷൂ ഒക്കെ ഇടും. കുറച്ച് പേർക്കെങ്കിലും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കാണുന്നത്. സ്ട്രെസ് ചെയ്യും. അച്ഛൻ സമയമില്ല, പെട്ടെന്ന് ആയിക്കോട്ടെ. ട്രിം ചെയ്യാൻ പോയിട്ടേ ഉള്ളൂ. എൻ്റെ കൂടെയൊക്കെ എങ്ങനെ ഞാൻ ജീവിക്കും? പേടിക്കണ്ട, അച്ഛൻ്റെ അമ്മയൊന്നും കാണാറില്ല എൻ്റെ ബ്ലോഗ്. സെറ്റായില്ലേ? ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് ഇതൊന്നും ഇടാം. ഇത് ഞാൻ അയക്കാനാണ് ഉദ്ദേശിച്ചത്. ഓൾമോസ്റ്റ് നമ്മൾ റെഡിയായി. അകത്തെ പട്ടികളൊക്കെ കാണാം. ഇനി എന്താ, ഞാൻ പൊട്ട് തൊടാനുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഡാഡി എന്നെ നിരുത്സാഹപ്പെടുത്തി തൊടണ്ടെന്ന് പറഞ്ഞ്. കുഴപ്പമില്ലല്ലേ. എന്തായാലും
സോ ഈ ചെരുപ്പാണ് ഞാൻ ഇടുന്നത്. ഇതായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ചെരുപ്പ്, അത് തന്നെയാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, സോ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അല്ല, ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. ഇവിടെ എല്ലാ മുറിയും അറ്റ് ദ മൊമെൻറ്റ് കുളമായി കിടക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ചെരുപ്പ് ഇതാണ്. പ്ലീറ്റ്സ് സുമി ചേച്ചി എനിക്ക് കുത്തി തന്നായിരുന്നു, അതുകൊണ്ട് ബാക്കിയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് സാരി എടുക്കുമെന്ന് അത്ര പ്രോ അല്ല. ഒരാളത് കണ്ടോ, ഷർട്ട് ഇട്ടിട്ടില്ല, നടക്കുക. ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങളോടൊരു സീക്രട്ട് പറയാം. ജസ്റ്റ് നമ്പർ 1 2 3. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. 10 മണിയായി. 10 എനിക്കറിയാൻ പാടില്ല എന്നാ ചെയ്യണമെന്ന്. എന്തായാലും എല്ലാവരും ഉണ്ട്. എൻ്റെ മുടിയുടെ കളർ ഇപ്പോഴെങ്കിലും കാണാം. അതെ തോന്നുന്നു. അതെ, വിശക്കുന്നെങ്കിൽ കണക്കായിപ്പോയി. ചായ കുടിച്ചായിരുന്നു രാവിലെ. എന്താണ് ലുക്ക് കേട്ടോ. ബൈ ദ വേ, നിങ്ങൾ എന്നെ മുടി മുറിച്ച് കഴിഞ്ഞ് കണ്ടു കാണത്തില്ല. ഞാനൊന്ന് ചെറുതായിട്ട് മുടി കട്ട് ചെയ്തായിരുന്നു. ഇപ്പം 4 മാസമായി. ഞാൻ വീഡിയോ ചെയ്യാത്തോണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത്രയും വളർന്നു, കുറേ ഷോർട്ടായിരുന്നു. ഇന്നലെ ഞാൻ പോയി കളർ ചെയ്തു മുടി. അത് പക്ഷെ ഞാൻ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് വെച്ചാൽ കളർ ചെയ്തേ. എനിക്ക് ഭയങ്കര ഡാർക്ക് ഷെയ്ഡിലുള്ള ജസ്റ്റ് ഒരു എന്നാ പറയണേ, ബ്ലാക്കിലും ലൈറ്റായിട്ടുള്ള ഒരു കളർ ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. വെട്ടടിക്കുമ്പോൾ ചെറുതായിട്ട് കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒത്തിരി ലൈറ്റ് കളർ ഹൈലൈറ്റ് വേണ്ട. പിന്നെ ഞാൻ ബ്ലീച്ച് ചെയ്യാതെ ചെയ്തത്, അതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ അതുപോലെ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കും നമ്മുടെ ഈ കാറ് കാണുന്നത്. നമ്മൾ ഒരു വണ്ടി എടുത്തായിരുന്നു, BYD Ceylon 6 അല്ലേ, അതെ. അപ്പം അതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം കുറേ ഞങ്ങൾ BYDയെ പറ്റി പഠിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റിവ്യൂ പറയാനും മാത്രമുള്ള നോളേജ് ഉണ്ടായിരുന്നു. അത് മറന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. വണ്ടി എടുത്തിട്ടിപ്പം 2 മാസമായി. ഡിസംബർ എൻഡിലാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ പുതിയ കാർ മേടിച്ചതാ. ആദ്യമായിട്ടാണ് ഒരു പുതിയ വണ്ടി നമ്മൾ യൂസ് ചെയ്യണത്. ഞാൻ എൻ്റെ ലൈഫിൽ പുതിയ വണ്ടി സ്കൂട്ടി ഉണ്ടായിരുന്നു, ആക്റ്റീവ ഉണ്ടായിരുന്നു, പുതിയ വണ്ടി. അതല്ലാതെ എല്ലാം എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളൂ. അച്ചാച്ചനും അതേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു ഡ്രീം ഒരു ദിവസം അങ്ങനെ എടുത്തു. BYD ഇത് ഏതായിരുന്നു? BYDയുടെ ഹൈബ്രിഡ് ആണ്. അപ്പം നമുക്ക് പെട്രോളും ഇലക്ട്രിക്കുമായിട്ട് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. അപ്പം അങ്ങനെ അതിൻ്റെ കൂടുതൽ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മളൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുക. നോവേറ്റഡ് ലീസിങ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. അഡ്ലൈഡ് സിറ്റിയിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതാണ് അഡ്ലൈഡ് സിറ്റി. ആ കാണുന്ന അത്രയും ബിൽഡിങ്സ് ഒക്കെ തന്നെ ഉള്ളൂ. എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അഡ്ലൈഡ് തീർന്നു. അഡ്ലൈഡ് ഓക്കെയാണ്. അതാണ് അഡ്ലൈഡ് ഓവൽ. മറ്റേ ഗെയിംസ് ഒക്കെ നടക്കത്തില്ലേ, ക്രിക്കറ്റും ഇതൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതാ ഓവലിന്റെ ബാക്കാണ്. ക്രിക്കറ്റ് ഉണ്ടോ? ഇത് ഓവലിന്റെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കത്തല്ലേ എല്ലാ ആഴ്ചയും പോണേ? അതോടെ ചെന്ന് പ്രാർത്ഥിക്കണോ? നിങ്ങള് എന്താണ് അഡ്ലൈഡിലെ മറ്റേ ടോറൻസ് റിവർ അല്ലേ? ഇതല്ലേ ടോറൻസ് റിവർ? അതായിരുന്നു. ഇവിടെ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പണ്ട്. ഇതാണ് അഡ്ലൈഡ് എന്ന് പറയുമ്പം വരുന്ന ഫോട്ടോസിലുള്ള അഡ്ലൈഡ് കൺവെൻഷൻ സെൻറ്ററും അങ്ങനെ കുറച്ച് ബിൽഡിങ്സ്. പിന്നെ അതൊരു യൂണിവേഴ്സിറ്റിയാണ്, യൂണി ഓഫ് സൗത്ത് ഓസ്ട്രേലിയ. ഇത് അഡ്ലൈഡ് കൺവെൻഷൻ സെൻറ്ററാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ
നല്ല ആർക്കിടെക്ചർ. അവിടെ യൂണി അഡ്ലെയ്ഡ്, പിന്നെ അപ്പുറത്ത് റോയൽ അഡ്ലെയ്ഡ് ഹോസ്പിറ്റൽ. വേൾഡിൽ തന്നെ എന്തോ സംതിങ് ആണ് ആ റോയൽ അഡ്ലെയ്ഡ് ഹോസ്പിറ്റൽ, ഞാൻ മറന്നുപോയി. എന്ന് വെച്ചാൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറോ അങ്ങനെ എന്തോ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് സെറമണി നടക്കുന്നത് ഹോം അഫെയർസിൻ്റെ ഓഫീസിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് എത്രമാത്രം വീഡിയോ എടുക്കാമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് യൂഷ്വലി സെറമണീസ് നടത്തുന്നത് അവരവരുടെ ലോക്കൽ കൗൺസിലാണ്. പക്ഷെങ്കിൽ നമ്മുടേത് മാർച്ചിലാണ് നമ്മുടെ ടൈം ലൈൻ വെച്ചിട്ട് നമുക്ക് സെറമണിയുടെ ഇത് വരേണ്ടത്. അപ്പം അവർ പറഞ്ഞു നമുക്കൊരു മെയിൽ വന്നു, മാർച്ചിൽ മിക്കവാറും മാർച്ചിനുള്ളിൽ നടക്കില്ലായിരിക്കും. ബിക്കോസ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ വളരെ കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഹോം അഫെയർസിൻ്റെ ഓഫീസിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിടാം. അവർ വിളിക്കുമ്പോൾ വിളിക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടു. അന്നേരം നമുക്ക് കോൾ വന്നു, മെയിൽ വന്നു. എന്നിട്ട് ഹോം അഫെയർസിൻ്റെ ഓഫീസിൽ ഒരു ചെറിയ ഫംഗ്ഷനായിട്ട് നടത്താമെന്നുള്ള രീതിയിൽ. അപ്പം ചെറിയ ഫംഗ്ഷനാണ്, ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. അയ്യോ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോക്കുന്നുണ്ട് സാരി ഇട്ടിട്ട്. ഇത്രയും ദൂരെ പാർക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓർത്തൊക്കെ കാണാൻ പഠിച്ചിട്ടാ വന്നേക്കുന്നത്. I pledge my loyalty to Australia and its people. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സിറ്റിസൺഷിപ്പ് സെറമണി കഴിഞ്ഞിരിക്കുകയാണ്. 3/4 മണിക്കൂറത്തെ കാര്യമുള്ളായിരുന്നു. അരമണിക്കൂർ അവർ വീഡിയോ കാണിച്ച് 15 മിനിറ്റിൽ അവർ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളെ സെറ്റാക്കി നിങ്ങൾ ആയിട്ടുണ്ട്, വീട്ടിൽ പോകാൻ പറഞ്ഞു. എന്തായാലും നല്ലതായിരുന്നു. വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത ഫംഗ്ഷൻ. അവർ പറഞ്ഞായിരുന്നു കൗൺസിലിംഗ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ചോസ് ടു അറ്റൻഡ് ഇറ്റ് ഹിയർ. എന്തായാലും ബൈ ദ വേ ഒരു കോയിൻസിഡൻസ് ഉണ്ട്, ഞാൻ പറയാം. ഓക്കെ, കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അഡ്ലെയ്ഡിൽ വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ ജോലി ചെയ്തത് ഒരു കൺസൾട്ടൻസിയിലാണ്. കുറച്ച് PWCയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ PWCയുടെ ഓഫീസും സെയിം ബിൽഡിങ്ങിൽ ഡിഫറെൻറ്റ് ലെവലിലാണ്. ആ ബിൽഡിങ്ങിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് എനിക്ക് ജോലി കിട്ടുന്നത്. ആ സെയിം ബിൽഡിങ്ങിലായിരുന്നു എൻ്റെ ഞങ്ങളുടെ സിറ്റിസൺഷിപ്പിൻ്റെ ടെസ്റ്റ്. ആ ബിൽഡിങ്ങിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പം whatever എന്ന് വെച്ചാൽ ആ ബിൽഡിംഗ് ഞങ്ങൾ മേടിക്കാനാണ് ഉദ്ദേശം. പിന്നെ അംബാനിയാണല്ലോ. മനുഷ്യ ഓക്കെ, അങ്ങനെ ഇതാണ് ആ ബിൽഡിങ്. ആ PWC എന്ന് എഴുതിയിരിക്കുന്ന ആ ബിൽഡിങ്. അതിൽ തന്നെ ആ ഹോം അഫെയർസിൻ്റെ ഓഫീസും ഇരിക്കണത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ലെവലിലായിരുന്നു സെറിമണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സെറിമണി കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞില്ലായിരുന്നു, ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം ഒരു സീക്രട്ട് പറയാമെന്ന്. ആക്ച്വലി ഈ സാരിയുടെ അടിയിൽ ഞാൻ ലെഗിങ്സ് ആണ് ഇട്ടത്. ലൈക്ക് ദിസ്. എനിക്ക് വെള്ള പാവാട അല്ലെങ്കിൽ കറുത്ത പാവാട ഉള്ളായിരുന്നു. അപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഇട്ടു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സാഹചര്യം അനുസരിച്ച് നമ്മളിടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞങ്ങൾ ഇനിയും കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകാൻ പോവാണ്. TGI ഫ്രൈഡേസിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കുറേ പൊട്ടത്തരങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എനിവേസ്